സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കനകക്കുന്നിൽ എൻ്റെ കേരളം പ്രദർശന വിപണനമേള അത് പുരോഗമിക്കുകയാണ്. അവസാന ദിവസത്തേക്ക് അടുക്കുകയാണ്. ഓരോ സ്റ്റോളുകളായി കയറിയിറങ്ങുമ്പോൾ ശിശു വികസന വകുപ്പിൻ്റെ സ്റ്റോളിലേക്ക് എത്തിയതാണ്. ഇവിടെ സാധാരണ ആഭരണങ്ങളൊക്കെ മാറ്റി മറ്റ് ഒരു ആഭരണം ധരിച്ച്, എനിക്ക് തോന്നുന്നു സ്വർണത്തെക്കാൾ വിലയുള്ള ആഭരണമൊക്കെ ധരിച്ച് സർവാഭരണ വിഭൂഷികയായി ഒരു യുവതി നിൽക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് നമുക്ക് ചോദിച്ചറിയാം. എന്താ പേരെന്താ? അശ്വതി. എവിടുന്നാ വരുന്നത്? നെടുമങ്ങാട് ICD സംഘം. ഈ സ്വർണത്തെക്കാൾ വിലയുള്ള സാധനമൊക്കെ അല്ല, ഇത് നമ്മൾ വിജിയോർ കളറിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അറേഞ്ച് ചെയ്ത് വെറുതെ ഒരു മോഡൽ പോലെ നിൽക്കുന്ന അത്രേ ഉള്ളൂ. എന്താ ആരുടെ ഐഡിയ ഇത് എൻ്റെ സൂപ്പർവൈസറുടെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ചെയ്തത്. പെട്ടെന്ന് തട്ടിക്കൂട്ടി. എത്ര സമയം എടുത്താണോ ഇങ്ങനെയൊക്കെ ഒന്ന് ആവാനായിട്ട്? 11:30 തൊട്ട് തുടങ്ങിയതായിരുന്നു. പെട്ടെന്ന് കഴിഞ്ഞു. ഈ സാധാരണക്കാർ ആലോചിക്കുമ്പോഴത്തേനെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സ്വർണ്ണത്തെക്കാൾ വിലയുണ്ട് ഇപ്പോൾ ഓരോ പച്ചക്കറിക്ക്. നല്ല പച്ചക്കറികൾക്ക് നല്ല പൈസയാണ് സാധനങ്ങളുടെ വിലക്കയറ്റം വെച്ചിട്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഒരു കാഴ്ച. അതെ. പക്ഷേ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മളെ കൊണ്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. അതിപ്പോൾ അട്രാക്റ്റീവ് ആണെങ്കിൽ അത് നല്ലതല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും എന്നൊരു ആലോചന വന്നപ്പോഴാണ് അത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് പ്ലാൻ ചെയ്തായിരുന്നു. 2 ദിവസം മുമ്പേ നമുക്കിവിടെ സ്റ്റോൾ ഉണ്ടായിരുന്നു നെടുമങ്ങാട് ICDSന്ന്. അപ്പോൾ ഇത് ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് ഒന്ന് ക്രിയേറ്റീവ് ആക്കാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. എത്ര കിലോ പച്ചക്കറി കാണും? കുറച്ചധികം വെയിറ്റ് ഉണ്ട്, പക്ഷേ ഫീൽ ചെയ്യണില്ല. എന്നാലും എത്ര കിലോ കാണുമായിരിക്കും? എത്ര രൂപയ്ക്കുള്ള പച്ചക്കറി ഉണ്ട് ഇപ്പം മൊത്തത്തിൽ? 500 താഴെ ആവുള്ളൂ. 500 രൂപയ്ക്കുള്ള പച്ചക്കറിയാണ് ഇപ്പോൾ ഇരിക്കുന്നത് അല്ലേ? താഴെ ആവുള്ളൂ. 500 ആവും. ഇതിനൊക്കെ കുറച്ച് വിലയുണ്ട്. നിങ്ങളുടെ സൂപ്പർവൈസറിൻ്റെ ഒരു ഐഡിയ ആണ് ഇങ്ങനെ നിൽക്കാനുള്ള? സൂപ്പർവൈസർ ഇതുപോലൊരു ആശയം മുന്നോട്ട് വെച്ച് അപ്പം നമ്മൾ അതിന് കൂടെ നിന്ന് ഞാനത് നിൽക്കാമെന്ന് പറഞ്ഞ് അപ്പം ഓക്കെ ആണെന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് അങ്ങ് ചെയ്തതാണ്. ടീച്ചേഴ്സ് തന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു. നമ്മുടെ ഈ ഒരു സമയത്തെ പോഷകാഹാരമൊക്കെ ആളുകൾ ഭയങ്കര ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ്. ചില ആളുകൾ പക്ഷേ അപ്പോഴും ഫാസ്റ്റ് ഫുഡ് തന്നെ ആശ്രയിക്കുന്ന സമയം, ഫുഡ് പോയ്സണൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച ആളുകൾക്ക് എന്ത് മെസ്സേജ്? ഞാൻ പറയാമല്ലോ, നമുക്ക് ഇപ്പോൾ ഫാസ്റ്റ് ഫുഡിനേക്കാളും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇങ്ങനെ വെജിറ്റബിൾസ് കൂടുതൽ ഉപയോഗിക്കുന്നതായിരിക്കും. അത് പച്ചക്കറി തോട്ടങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ അടുക്കള കൃഷിയൊക്കെ ചെയ്യാൻ റെഡിയാണെങ്കിൽ നമുക്കിതൊക്കെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്ക് അതിൽ നിന്ന് പ്രചോദനം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. ഈ കൗതുക കാഴ്ചയാണ് ഇവിടെ ചുറ്റും ആളുകളാണ്. അതെ, സന്തോഷമാണ്. ഒരു ചെറിയ ചമ്മലാണ്. ചമ്മൽ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ കുഴപ്പമില്ല. എല്ലാവരും കുറച്ച് മെയിൻ ആവല്ലോ. കുറേ പേര് സെൽഫി ഒക്കെ എടുത്തിട്ട് പോകുന്നുണ്ടല്ലോ. അതെ, ഒരുപാട് പേര് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇനിയും വരും, എല്ലാവരും വരും സെൽഫി എടുക്കാൻ. വെറൈറ്റി അല്ലേ? ഇവിടുത്തെ ഒരു പച്ചക്കറി റാണിയാണ്, അങ്ങനെയും പറയാം. ഏതായാലും പച്ചക്കറി റാണിക്കൊപ്പം ക്യാമറമാൻ വിനോദുമൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.